മുൻമന്ത്രി ടി.യു. കുരുവിള അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. കുറച്ചുകാലമായി ചികിത്സയിൽ കഴിയുകയായിരുന്നു അദ്ദേഹം. വി.എസ്. സർക്കാരിൽ പൊതുമരാമത്ത് മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2 ടേം തുടർച്ചയായി കോതമംഗലത്ത് നിന്ന് വിജയിച്ച് നിയമസഭാംഗം ആയിരുന്നു. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി. ശ്യാം, മുൻമന്ത്രിയാണ്, കുറച്ചുകാലമായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. എപ്പോഴാണ് വിയോഗം സംഭവിച്ചത്? മറ്റു വിവരങ്ങൾ എന്താണ്? ദേശീയ മുൻമന്ത്രിയും കേരള കോൺഗ്രസിന്റെ ഡെപ്യൂട്ടി ചെയർമാനുമായിട്ടുള്ള ടി.യു. കുരുവിള അല്പം മുമ്പാണ് അന്തരിച്ചത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഇക്കഴിഞ്ഞ 12-നാണ് മുൻമന്ത്രിയായിരുന്ന ടി.യു. കുരുവിളയിലെ തുളസം അടക്കമുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരവെയാണ് പെട്ടെന്ന് ആരോഗ്യനിലയിൽ മാറ്റമുണ്ടാകുകയും തുടർന്ന് മരണം സംഭവിക്കുകയുമായിരുന്നു. കഴിഞ്ഞ ഏറെ നാളുകളായിട്ട് അസുഖബാധിതനായിരുന്നു. അതിനിടയിലാണ് അസുഖം കൂടുതലായി വഷളാകുകയും ഇക്കഴിഞ്ഞ 12-ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തത്. 2006-2011 വർഷങ്ങളിൽ കോതമംഗലത്ത് നിന്നും തുടർച്ചയായി നിയമസഭയിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്തിട്ടുണ്ട്. 2006-ൽ വി.എസ്. അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായി അദ്ദേഹം ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തതാണ്. ഈ കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ചികിത്സയിലിരിക്കെയാണ് ഇപ്പോൾ മരണം സംഭവിച്ചത്. മുൻമന്ത്രി ടി.യു. കുരുവിള അന്തരിച്ചു. ദീർഘകാലമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. വി.എസ്. സർക്കാരിൽ അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. പക്ഷേ വ്യക്തിപരമായ ഒരു അനുഭവം കൂടി ഇപ്പോൾ എനിക്കിപ്പോൾ ഈ ഫ്ലോറുള്ള ശക്തി ക്യാമറമാൻ പറയുകയാണ്. പണ്ട് നമ്മൾ രാജിയുമായി ബന്ധപ്പെട്ട് പോയത് ഓർമ്മയില്ലേ? അന്ന് മറ്റൊരു സ്ഥാപനത്തിലായിരുന്നു ഞാൻ ഉൾപ്പെടെ ജോലി ചെയ്തത്. പി.ജെ. ജോസഫ് അപ്രതീക്ഷിതമായി രാജിവെക്കുന്നു. അതിന് തൊട്ട് പിന്നാലെ ടി.യു. കുരുവിളയെ പിൻഗാമിയായി തിരഞ്ഞെടുക്കുന്നു. അദ്ദേഹം രാജകുമാരി ഭൂമി ഇടപാട് എന്ന വലിയ ഒരു വിവാദത്തിൽപ്പെടുന്നു. അങ്ങനെ രാജിവെക്കേണ്ടി വന്നു. സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി എന്നാണ് ഓർമ്മ. ഇപ്പോൾ സെക്രട്ടറിയേറ്റിന്റെ മുഖ്യമന്ത്രി അടക്കം കടന്നു പോകുന്ന കവാടത്തിനകത്ത് കന്റോൺമെന്റ് ഗേറ്റിന് തൊട്ട് സമീപത്തുള്ള പള്ളിയിൽ പുലർച്ചെ വന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചതിന് ശേഷമാണ് രാജി നൽകുന്നത്. അന്ന് മാധ്യമപ്രവർത്തകരെ ഞാനും ഇപ്പോൾ ഈ ഫ്ലോറിലുള്ള ക്യാമറ ശക്തിയും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. പ്രാർത്ഥിച്ച് രാജി നൽകാൻ പോകുന്ന വാർത്ത, ആ വിവരം പുലർച്ചെ ഞാൻ റിപ്പോർട്ട് ചെയ്ത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അതൊരു 19 വർഷം മുൻപാണ് എന്നാണ് ഓർമ്മ. 2007 എന്നതാണ് ഓർമ്മ. അപ്പോൾ ഈ കേരള കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടൊരു ഇടപെടലും പ്രധാനപ്പെട്ട സ്ഥാനവുമൊക്കെ അദ്ദേഹം ദീർഘകാലം വഹിച്ചിട്ടുണ്ട്. ഇപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഇടമുണ്ടായിരുന്ന നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മധ്യകേരളത്തിലെയും ഒപ്പം കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെയും ഒരു പ്രാധാന്യം എത്രത്തോളം വലുതായിരുന്നു? രതീഷ്, കേരള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് എന്ന് തന്നെ വേണമെങ്കിൽ എടുത്തു പറയാം. അതായത് ഇദ്ദേഹം കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഇദ്ദേഹം 1964 മുതൽ 78 വരെ എറണാകുളം ജില്ലയിലെ കീരമ്പാറ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു. അതുകൂടാതെ തന്നെ നിരവധിയായിട്ടുള്ള പദവികളും മറ്റുമൊക്കെ വഹിച്ചിട്ടുണ്ട്. 2006-ൽ രതീഷ് നേരത്തെ പറഞ്ഞതുപോലെ 2006-ലാണ് നവംബറിൽ പി.ജെ. ജോസഫ് വിമാനയാത്രക്കിടെ ഒരു വനിതയോട് അപമര്യാദയായി പെരുമാറി എന്ന ആരോപണത്തെ തുടർന്ന് രാജിവെക്കുന്നു. അതേ തുടർന്നാണ് പിന്നീട് ഇദ്ദേഹം മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നത്. 2007 സെപ്റ്റംബർ 2-നാണ് ഇദ്ദേഹം പിന്നീട് മന്ത്രിസഭയിൽ നിന്ന് ഇദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരുന്നത്. ഇദ്ദേഹവും കുടുംബാംഗങ്ങളും നടത്തിയ ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ് രാജിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. എന്തായാലും 2006, 2011 എന്നീ 2 കാലയളവിൽ തുടർച്ചയായിട്ട് കോതമംഗലത്ത് നിന്നും പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹം ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. 2006-ൽ വി.എസ്. അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ പൊതുമരാമത്ത് മന്ത്രിയായിട്ട് പ്രവർത്തിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ആ ഘട്ടത്തിലാണ് ഈ സംഭവങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. അസുഖം ഗുരുതരമായതിനെ തുടർന്ന് ഇന്ന് വെന്റിലേറ്ററിലായിരുന്നു. അസുഖം ഗുരുതരമായതോടുകൂടിയാണ് രാത്രിയോടുകൂടി മരണം സംഭവിക്കുകയും ചെയ്തത്. ശ്രീ മുൻമന്ത്രി ടി.യു. കുരുവിള അന്തരിച്ചു. രാജകുമാരി ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അന്ന് വി.എസ്. സർക്കാരിന് രാജിവെച്ചത്. അന്ന് കേരള കോൺഗ്രസിന് 4 അംഗങ്ങൾ മാത്രമായിരുന്നു. 4 പേരും മന്ത്രിമാരായി. 3 തവണ 3 പേർ മാറുന്ന സാഹചര്യത്തിൽ 4ാമതായി കെ. സുരേന്ദ്രൻപിള്ളയും മന്ത്രിയായി എന്നൊരു ചരിത്രം കൂടിയുണ്ട്. രാജകുമാരി ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് പിന്നീട് ലോകായുക്തയുടെ അന്വേഷണമുണ്ടായി. നിയമസഭയുടെ പരിഗണനയ്ക്ക് വന്നു. അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന നിലപാടിലേക്ക് പിന്നീട് നിയമസഭ എത്തുകയായിരുന്നു. അക്കാര്യത്തിൽ ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ ഒരു നിലപാട് സ്വീകരിക്കപ്പെടുകയുമായിരുന്നു. അദ്ദേഹം ഇപ്പോൾ അന്തരിച്ചു എന്ന വിവരമാണ് വരുന്നത്. സഭാതലത്തിലും വലിയ പ്രാധാന്യമുള്ള വളരെ പ്രധാനപ്പെട്ട ആളായിരുന്നു ടി.യു. കുരുവിള എന്നതുമൊക്കെ കേരളീയ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായുള്ളതാണ്. മാത്രമല്ല പഞ്ചായത്ത് തലത്തിൽ, തദ്ദേശ സ്ഥാപന തലത്തിൽ നിന്ന് ഉയർന്നു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തനാണ്. മധ്യകേരളത്തിലെ പ്രത്യേകിച്ചും വളരെ പ്രധാനപ്പെട്ട കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇടപെട്ട പൊതുപ്രവർത്തനാണ് ടി.യു. കുരുവിള. അദ്ദേഹത്തിൻ്റെ വിയോഗമാണ് സംഭവിച്ചത്. ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്.